പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ വന്ന പിണ്ടിപ്പുഴു. ഇത് കണ്ടോ പിണ്ടിപ്പുഴു? ഇതാണ് പിണ്ടിപ്പുഴു. വാഴയുടെ പിണ്ടി നശിപ്പിക്കുന്ന പിണ്ടിപ്പുഴു. ഈ പുഴു നശിപ്പിച്ച ഒരു വാഴപ്പിണ്ടി ഞാൻ വെട്ടിക്കൂട്ടിയതാണിത്. പശുവിന് കൊടുക്കാമെന്നും പറഞ്ഞെടുത്താണ് ഇതേ പിണ്ടിപ്പുഴു. ശരിക്കും കണ്ടുള്ള പിണ്ടിപ്പുഴുവിനെ. ആ പിണ്ടി മുഴുവൻ ചീഞ്ഞു പോവുകയാണ്. നോക്കൂ, ഇവിടെ ഏത്തവാഴ നിൽപ്പുണ്ട്. ഇതേറെ ഏത്തവാഴയിലാണ് ഞാൻ കാണുന്നത്. നോക്കൂ, ഏത്തവാഴക്കൂട്ടം പിണ്ടിപ്പുഴു വന്ന് മറിഞ്ഞു വീണ വാഴ. ഈ ഏത്തവാഴക്കൂട്ടം നിൽക്കുന്ന കണ്ടാൽ അറിയാം, ഇത് മുഴുവൻ പിണ്ടിപ്പുഴുവാണ്. ഇത് പിണ്ടിപ്പുഴു വന്ന് വാഴ കരിഞ്ഞു പോയ അവസ്ഥയാണ്. അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞൊക്കെയാണ്. പിണ്ടിപ്പുഴു വന്നാൽ ആ വാഴ പോയി. അതിലെ കുലകളും വലുതാവുകയില്ല. എൻ്റെ ഏത്തവാഴ, കുലച്ച ഏത്തവാഴയാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു ഏത്തവാഴക്കുല വെട്ടിക്കൊണ്ട് വെച്ചു. ഇത് കണ്ടോ, ഈ വാഴകൾക്കും പിണ്ടിപ്പുഴു അസുഖമുണ്ട്. ഇതിൻ്റെ ഇല മുഴുവൻ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി അത് മറിഞ്ഞു വീഴും. അതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. കർഷകർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ, ഇത് തീറ്റപ്പുല്ലാണ്. തീറ്റപ്പുല്ല് നമ്മൾ പശുവിന് കൊടുക്കുന്ന തീറ്റപ്പുല്ലാണിത്. ഇത് പോയ വഴിക്ക് കിട്ടിയവനെ എടുത്താണ്. അതുപോലെ പപ്പരയിൽ ഒരുതരം വെള്ള ഫംഗസ് വരുന്നുണ്ട്. പപ്പരയിൽ ഇത് റെഡ് ലേഡി പപ്പര, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പപ്പരയാണ്. ഇതിൽ വെളുത്ത ഫംഗസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിണ്ടിപ്പുഴുവിനെ കണ്ടപ്പോൾ എല്ലാവരെയും കാണിക്കാമെന്ന് വെച്ച് എടുത്താണ്. ഇവനാണ് പിണ്ടിപ്പുഴു. വാഴപ്പിണ്ടി നശിപ്പിക്കുന്ന പിണ്ടിപ്പുഴുവാണിത്. നോക്കൂ. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്. വാഴയുടെ അവസ്ഥ ഇതാണ് പിണ്ടിപ്പുഴു എന്നാൽ.